ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ അവരുടെ 9ാമത്തെ തുടർച്ചയായിട്ടുള്ള ബജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ ഏതൊരു PSC പരീക്ഷ എടുത്തു നോക്കിയാലും അവിടെ ബജറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ടായിരിക്കും. അതിപ്പോൾ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ എക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം. ഈ ബജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലായിരുന്നു മുമ്പത്തെ ബജറ്റുകളെ വെച്ച് നോക്കുമ്പോൾ. ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലും ഈ ബജറ്റിൽ ചർച്ച ചെയ്തത്. അപ്പോൾ മറ്റൊരു ബജറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രഖ്യാപനങ്ങൾ പൊതുവെ കുറവായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2026 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച അപൂർവ ധാതു ഇടനാഴി അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് റയർ എർത്ത് കോറിഡോർ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഓക്കെ, ഓപ്ഷൻ എ കേരളം, ഗുജറാത്ത്, രാജസ്ഥാൻ, കർണാടക. ഓപ്ഷൻ ബി കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ. ഓപ്ഷൻ സി മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഗോവ. ഓപ്ഷൻ ഡി തമിഴ്നാട്, തെലങ്കാന, ഛത്തീസ്ഗഡ്, ബീഹാർ. അപ്പോൾ ഈ ഓപ്ഷനുകളിൽ ശരിയുത്തരം എന്ന് പറയുന്നത് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷയാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരി ഉത്തരം എന്ന് പറയുന്നത് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷയാണ് വരുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. ചൈനയുടെ ആധിപത്യമുള്ള അപൂർവ ധാതു വിപണിയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. ലോകത്തിലെ ഈ പറയുന്ന റയർ എർത്തിന്റെ മാർക്കറ്റ് എടുത്ത് നോക്കി, റയർ എർത്ത് എലമെന്റ്സിന്റെ മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഭൂരിഭാഗം എവിടെ നിന്നാണ് വരുന്നത്? ചൈനയിൽ നിന്നാണ് വരുന്നത്. കാരണം നമുക്ക് ഈ പറയുന്ന പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളൊക്കെ നാട്ടിൽ നിന്ന് കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ പറയുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ബാറ്ററി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ പറയുന്ന എന്ത് വേണം? റയർ എർത്ത് വേണം. അപ്പോൾ ഇതിന്റെ എല്ലാം മൊത്ത വിപണി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചൈനയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിലെ തീരദേശ മണലിലുള്ള മോണോസൈറ്റ്, ഇൽമനൈറ്റ് തുടങ്ങിയ ധാതുക്കൾ വേർതിരിച്ചെടുക്കാനും സംസ്കരിക്കാനുമുള്ള ഈ ഇടനാഴി സഹായിക്കും. അതായത് മോണോസൈറ്റും അതേപോലെ ഇൽമനൈറ്റും ഒക്കെ തെക്കൻ കേരളത്തിലെ തീരദേശ മേഖലയിൽ അത്യാവശ്യം കണ്ടന്റ് ഉള്ള ഏരിയകളാണ്. മോണോസൈറ്റ് എന്ന് പറയുന്നത് തോറിയത്തിന്റെ ഓറും അതേപോലെ ഇൽമനൈറ്റ് എന്ന് പറയുന്നത് ടൈറ്റാനിയത്തിന്റെ ഓറാണ്. അപ്പോൾ കേരളത്തിൽ വിഴിഞ്ഞം മുതൽ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വിഴിഞ്ഞം മുതൽ ചവറ വഴി കൊച്ചി വരെയുള്ള ഭാഗത്തെയാണ് ഈ ഇടനാഴിയുമായി ബന്ധിപ്പിക്കുന്നത്. കേരളത്തിൽ തെക്കൻ കേരളത്തിലാണ് മെയിനായിട്ട് ഈ ബെൽറ്റിന്റെ ഭാഗമാകുന്നത്. ഇവിടെയുള്ള മിനറലൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മൈന് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് കൂടിയാണത്. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഇതിന്റെ ഭാഗമാകാൻ നോക്കാം നമുക്ക്. കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, ഒഡീഷ ഉണ്ട്. ഇത്രയും സംസ്ഥാനങ്ങളാണ് ഈ പറയുന്ന നമ്മുടെ ധാതു ഇടനാഴിയുടെ ഭാഗമാകുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2026 ബജറ്റിൽ പ്രഖ്യാപിച്ച സെമി കണ്ടക്ടർ മിഷൻ 2.0 പ്രകാരം ഇന്ത്യയിൽ ചിപ്പ് നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ എത്ര ശതമാനം സാമ്പത്തിക സഹായമാണ് നൽകുന്നത്? 2021 ഇന്ത്യ ഗവൺമെന്റ് സെമി കണ്ടക്ടർ മിഷൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ബജറ്റിൽ അതിന്റെ 2.0 സെമി കണ്ടക്ടർ മിഷൻ 2.0 പ്രഖ്യാപിച്ചു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ പറയുന്ന ഒരു സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചുകൊണ്ട് ചിപ്പ് നിർമ്മാണ യൂണിറ്റുകൾക്ക് അപ്പോൾ എത്രയാണ് ആ സാമ്പത്തിക ശതമാനം, അവരുടെ എത്ര പെർസെൻറ്റേജ് കേന്ദ്ര ഗവൺമെന്റ് വഹിക്കും എന്നാണ് പറയുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം 50%. 50% ഫിസിക്കൽ സപ്പോർട്ട് ആര് നൽകുന്നതാണ്? നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സിലേക്ക് പോകാം. ഈ ഒരു മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് 1000 കോടി നിക്ഷേപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അലോക്കേറ്റഡ് ഫോർ 2026-27 ടു സ്ട്രെങ്തൻ റിസർച്ച്, ട്രെയിനിങ് ആൻഡ് ഡൊമസ്റ്റിക് ചിപ്പ് മാനുഫാക്ചറിങ് കേപ്പബിലിറ്റി. അതായത് ഇന്ത്യ തദ്ദേശീയമായിട്ട് ചിപ്പ് മാർക്കറ്റിലേക്ക് എത്തിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് 1000 കോടിയോളം രൂപ നിക്ഷേപിക്കാൻ പോവുകയാണ് ഈ ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ 2.0യുടെ ഭാഗമായിട്ട്. അതേപോലെ തന്നെ 2030 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മാർക്കറ്റ് ഷെയർ 100 ബില്യൺ മുതൽ 110 ബില്യൺ വരെ ആക്കിയെടുക്കുക എന്നുള്ള ഒരു എസ്റ്റിമേറ്റഡ് ലക്ഷ്യം കൂടി നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം: 2026 കേന്ദ്ര ബജറ്റ് പ്രസംഗത്തിൽ വിവേചനമില്ലാത്തതും എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കുന്നതുമായ ഒരു സമൂഹം എന്ന ലക്ഷ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ധനമന്ത്രി ഉദ്ധരിച്ച ഭക്തി പ്രസ്ഥാനത്തിലെ കവിയാരാണ്? അതായത് ഇപ്പോൾ പലപ്പോഴായിട്ട് നമുക്ക്
ബജറ്റ് പ്രസംഗത്തിലെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും കോട്ടിൽ നിന്ന് കവിതകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. നിർമ്മല സീതാരാമൻ നല്ലപോലെ പ്രസംഗിക്കുന്ന ഒരു വനിതയാണ്. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ നിർമ്മല സീതാരാമന്റെ പ്രസംഗത്തിൽ ഒരു കവിയെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിവേചനമില്ലാത്തതും എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കുന്നതുമായ സമൂഹത്തിന്റെ കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഏത് കവിയെ പറ്റിയാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കബീർദാസ് ഉണ്ട് ഓപ്ഷനിൽ, സന്ത് ഗുരു രവിദാസ് ഉണ്ട്, സന്ത് ടുക്കാറാം ഉണ്ട്, സന്ത് ഗുരുനാനാക്ക് ഉണ്ട്. ഈ പറയുന്നവരിൽ ഏത് കവിയെ പറ്റിയിട്ടാണ് നമ്മുടെ ധനമന്ത്രി മെൻഷൻ ചെയ്തതാണ് ചോദ്യം. സോ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സന്ത് ഗുരു രവിദാസ് ആണ്. സന്ത് ഗുരു രവിദാസിനെ പറ്റിയിട്ടാണ് നിർമ്മല സീതാരാമനോട് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി സന്ത് ഗുരു രവിദാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. ഭക്തി പ്രസ്ഥാനത്തിന്റെ വക്താവായിരുന്നു. അതേപോലെ തന്നെ 14-15 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ഈ പറയുന്ന നമ്മുടെ സന്ത് ഗുരു രവിദാസ്. ഉത്തരേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതിൽ പ്രധാനിയായിരുന്നു നമ്മുടെ ഗുരു രവിദാസ് എന്ന് പറയുന്നത്. ഈ 14-15 നൂറ്റാണ്ടുകളിൽ ഉത്തരേന്ത്യയിൽ കാര്യമായിട്ട് തന്നെ ഭക്തി പ്രസ്ഥാനം വളരുന്ന ഒരു ടൈമായിരുന്നു. ഒത്തിരി സന്ത് എന്ന് പറയുന്നത് വിശുദ്ധൻ എന്നൊക്കെയാണ് മലയാളത്തിൽ അർത്ഥം. ഒക്കെ ഈ ഒത്തിരി സന്തുമാരൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു ഈ പറഞ്ഞ 14-15 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിഖ് മതസ്ഥരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ് സാഹിബിൽ ഗുരു രവിദാസിന്റെ 40ഓളം പദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഹിന്ദു മതത്തിൽ മാത്രമല്ല, അതേപോലെ സിഖ് മതത്തിലും അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന സന്ത് ഗുരു രവിദാസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് 2001 ഭാരത സർക്കാർ ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇനി ജാതിയോ മതമോ ദാരിദ്ര്യമോ ഇല്ലാത്ത എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ബംഗപുര, വേദനകളില്ലാത്ത നഗരം എന്നാണ് ബംഗപുരയുടെ അർത്ഥം, എന്ന ഒരു ആദർശ സമൂഹത്തെ അദ്ദേഹം വിഭാവന ചെയ്യുന്നു. അതായത് ബംഗപുര എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വാദിച്ചത്. അതായത് ജാതിയോ മതമോ ദാരിദ്ര്യമോ ഇല്ലാത്ത ഒരു നമുക്കൊരു ഉട്ടോപ്പിയ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലത്തിന് വേണ്ടി വാദിച്ച ഒരാളാണ് ഈ പറയുന്ന ഗുരു രവിദാസ്. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് അങ്ങനെയായിരുന്നു. ഇനി നമ്മുടെ ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനം എടുക്കുകയാണെങ്കിൽ അതിൽ വനിതകളിൽ തന്നെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള വ്യക്തിയായിരുന്നു നമ്മുടെ മീരാഭായ്. പ്രശസ്ത കൃഷ്ണ ഭക്തിയായിരുന്ന മീരാഭായിയുടെ ആത്മീയ ഗുരുവായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മീരാഭായിയുടെ ആത്മീയ ഗുരു കൂടിയായിരുന്നു ഈ പറയുന്ന നമ്മുടെ ഗുരു രവിദാസ്. ഇനി സാമൂഹിക സമത്വമായിട്ട് ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു നമ്മുടെ ഗുരു രവിദാസ് എന്ന് പറയുന്നത്. ഐത്തത്തിനും ജാതി വിവേചനത്തിനുമെതിരെ ശക്തമായ പോരാടിയ അദ്ദേഹം മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന സന്ദേശമാണ് പ്രചരിപ്പിച്ചത്. മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന സന്ദേശം കൂടി അദ്ദേഹം പരിപോഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് സ്ഥാപിച്ച ഒരു മതമാണ് രവിദാസിയ മതം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്ന് രവിദാസിയ എന്ന പേരിൽ ഒരു പ്രത്യേക മതവിഭാഗമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗുരു രവിദാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. PSC ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. ബജറ്റ് പ്രസംഗത്തിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കാം. അതേപോലെ ബജറ്റ് പ്രഖ്യാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരിക്കാം. എത്ര നേരം ബജറ്റ് നീണ്ടു നിന്നു, ബജറ്റ് ഏത് ദിവസമായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കാണുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. 2026 എന്നുള്ളത് നമ്മുടെ വർഷമാണ്. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഈ വർഷം തന്നെ നമ്മളൊരു ജോലി സെറ്റാക്കണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.